ഹലോ അസ്സാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നത്തെയും പോലുള്ള ഒരു വ്ളോഗാണെന്ന്. ക്ലീനിങ് പരിപാടി ഇന്ന് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല, നാളെ ഇടാം കേട്ടോ. അത് കുറച്ചും കൂടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഫ്രഷ് വീഡിയോ ആണ്. കാരണം ഇന്ന് അങ്ങോട്ട് ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ആക്കിയിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ തിരിച്ച് എടുത്ത വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇടുവാണേ. ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. വേറൊന്നിനുമല്ല, അപ്പോൾ ലാബിൽ പോയിട്ട് റിസൾട്ടായി. റിസൾട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി ഇൻസുലിൻ മേടിച്ചുകൊണ്ട് കൊടുക്കണം. അതാണ് പരിപാടി. അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ ക്യൂ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പോവുകയാണ്. രാവിലെ ചായ ഇട്ടു, കാപ്പി അനിയത്തി ഇവിടെ ഉണ്ടാക്കുന്നു. ഞാനും മോളും കൂടെ ഉണ്ട്. നമ്മൾ കൂടെ വരുവാന്ന് പറഞ്ഞു. ശനിയാഴ്ചയല്ലയോ, സ്കൂളില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് നടന്ന് പോവുക. രാവിലെ ഒരു 7:30 ആയി കേട്ടോ. ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ട്. അപ്പോൾ കേട്ടില്ലേ, 7:30 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ വെയിൽ വന്നിട്ടുണ്ട്, സൂര്യനൊക്കെ ഉദിച്ചു. കണ്ടു കഴിഞ്ഞൊരു 10-11-12 മണിയുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ. 7:30 മണിയേ ആയിട്ടുള്ളൂ കേട്ടോ. ആ ടൈമിൽ വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ വാപ്പാടെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, വല്യാപ്പ ഉണ്ടായിരുന്നു, ഏറ്റവും മൂത്ത ആൾ. വല്യാപ്പ തുണ്ടെടുക്കുന്നതുകൊണ്ട് വാപ്പാക്കും കൂടെ തുണ്ടെടുത്ത് തന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3ാമത്തെ ടോക്കണാണ് കിട്ടിയത്. പക്ഷേ വാപ്പ നമുക്ക് റിസൾട്ട് ഇങ്ങ് തന്നല്ലോ. അപ്പോൾ ലാബിൽ നിന്ന് കിട്ടി. അത് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസുലിനും കൊളസ്ട്രോളിൻ്റെയും മറ്റു ഗുളിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടും. പേഷ്യൻ്റ് വേണമെന്നില്ല. പക്ഷേ ഞങ്ങൾ 1 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പോക്കില്ല. കാരണം ഉമ്മയുടെ കാര്യങ്ങളുമായിട്ട് ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അങ്ങനെയുള്ള RCCയിൽ ഇങ്ങനെ പോയി വന്നും അതിനിടയ്ക്ക് മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഇത് നമ്മളങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ പോയി വാപ്പായെ ചെക്കപ്പ് നടത്തി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ 1 വർഷമായി നമ്മൾ പോയിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, പേഷ്യൻറ്റിനെ കാണാതെ ഒരു തരത്തിലും ഇൻസുലിൻ തരികയോ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് 2ാമത് പിന്നെ ഞാൻ വാപ്പായെ വിളിച്ച് ഞങ്ങൾ എന്തായാലും ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കിട്ടി. പിന്നെ വീടെത്തപ്പോഴത്തേക്കും 10:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരുണ്ടായിരുന്നു. അത് വാപ്പുമ്മയാണ് കേട്ടോ. മാമ കുറേ ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇന്നാണ് വന്നത്. അങ്ങനെ പാത്തുക്കുട്ടിയും കൊണ്ടല്ലേ ഞാൻ പോയത്. വരുന്ന വഴിക്ക് ആളിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിശപ്പും ദാഹമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഐസ്ക്രീമിന് കുറേ ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ വാപ്പ വാങ്ങിച്ചു കൊടുത്തതാണ് ഐസ്ക്രീം. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം പേരക്കുട്ടിയും വാപ്പമ്മയും കൂടെയൊക്കെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അവിടെ. ഞാനതേ വന്നിട്ട് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം അനിയത്തി ഫ്രിഡ്ജിനകമൊക്കെ അനിയത്തി കഴുകി പുറത്ത് കാര്യങ്ങളെല്ലാം ഊരിപ്പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ടാണ് ഇതൊക്കെ കഴുകി എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മറ്റേ നനച്ചുളി പരിപാടി നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ആ ദിവസത്തെ ബാക്കി വീഡിയോ എന്ന് പറയുന്നത് അൽക്കുലുത്ത് വീഡിയോ ആണ്. ഒരുപാട് കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന ജോലികളല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കുറേ വെട്ടി കൊണ്ടുവരാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വീഡിയോ നമ്മൾ കുറേ സമയം മെനക്കെട്ടിരുന്ന് എഡിറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ എഡിറ്റിങ്ങിന് കുറേ ഇതുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു നാളെ അപ്ലോഡ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വീഡിയോ നമ്മുടെ മൊബൈലിൽ അങ്ങനെ കിടപ്പുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. കുറച്ചേ ഞാൻ അന്ന് എഡിറ്റ് ചെയ്തോളൂ. അതാണ് നമ്മൾ അന്ന് ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി പറക്കി വെച്ചിട്ട് വേണം ഇനി ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടി. മീൻ വാപ്പ വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. അതായത് ഇപ്പം വാപ്പ ഹോസ്പിറ്റലിൽ വന്നല്ലോ, ആ സമയത്ത് ഞങ്ങളിങ്ങ് ഓട്ടോയിൽ വന്നു കേട്ടോ. ഞങ്ങൾക്ക് ഓട്ടോ പിടിച്ച് വന്നു. വാപ്പ ബൈക്കിലാണ് വന്നത്. അപ്പോൾ ഞാനും കൊച്ചും കൂടെ ഓട്ടോയിൽ ഇങ്ങ് പോന്നു. വാപ്പ വരുന്ന വഴിക്ക് പച്ചമുളക് ഇരിപ്പില്ലായിരുന്നുണ്ട്. പച്ചമുളകും മീനും കൂടെ കൊണ്ടുവന്നു. മീൻ ചെറിയ മത്തിയായിരുന്നു കേട്ടോ, പൊടി മത്തിയായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്.
വന്ന ഉടനെ ഇതൊക്കെ ഒന്ന് കഴുകി പറക്കി വെച്ച് നമ്മൾ ഈ ജോലിയുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടിയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് നമ്മൾ വലയടിച്ചിട്ടുണ്ട്, അതുപോലെ എന്താ കർട്ടനൊക്കെ കഴുകാൻ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്തത്. റൂമും നമ്മുടെ എറായും ഒക്കെ വൃത്തിയായിട്ടുണ്ട്, അടുക്കള ഫുള്ള് വൃത്തിയായിട്ടുണ്ട്. ഈ ഫ്രിഡ്ജ് വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ തറ നന്നായിട്ട് ഒന്ന് അടുക്കളയുടെ തറ നമ്മളിങ്ങനെ കഴുകി എടുത്തിട്ടില്ല, തുടച്ചെടുത്തിട്ട് 2-3 വെള്ളം നമ്മളിങ്ങനെ തുടച്ചെടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ കഴുകി ഇറക്കേണ്ടി വരും. അന്ന് നമ്മൾ നല്ലതുപോലെ പുകയറടിച്ചതല്ലേ, അതുകൊണ്ട് എങ്ങനെ തുടച്ചിട്ടും കാര്യമില്ല, നല്ലതുപോലെ കഴുകി ഇറക്കണം. അപ്പം വീടിനകം ഫുള്ള് കഴുകിയെങ്കിലേ പറ്റത്തുള്ളൂ. ഞങ്ങൾ കിടക്കുന്ന റൂം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കഴുകാൻ പറ്റാത്തൊരവസ്ഥ. കാരണം 2 കട്ടിൽ കിടക്കുന്നുണ്ട്, നമുക്കത് ഇറക്കാനും പറ്റത്തില്ല പുറത്തോട്ട്, ഒട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഇറക്കാൻ പറ്റത്തില്ല. അന്ന് നമ്മൾ ആ കയറ്റി ഇട്ടത് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേര് വിചാരിച്ചാൽ അത് പുറത്ത് എന്തായാലും എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പം അത് അവിടെ തുടച്ചെടുക്കൽ മാത്രമേ നിവൃത്തിയുള്ളൂ. എൻ്റെ ജോലി ഞാൻ അവിടെ നടത്തുന്നുണ്ട്. ദേ ഇവിടുത്തെ ബഹളം കേട്ട് വന്നൊന്ന് നോക്കിയതാ, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അമരപ്പയറും ബീറ്റ്റൂട്ടും കൂടെ ഇട്ട് ഒരു തോരൻ വയ്ക്കാം, നല്ലതാണ്. അപ്പം അത് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആദ്യം നമ്മൾ കണ്ടത് പാത്തു അവിടെ പുസ്തകം വായിച്ചു കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. രണ്ടാമത് ഞാൻ വാപ്പുമായി പിടിച്ചുകൊണ്ടിരുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളിന്. അപ്പോൾ എന്തായാലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ പടച്ചവനെ, ഞാൻ തോറ്റ് പിന്മാറുന്നതേ നടക്കത്തുള്ളൂ അവിടെ. കാരണം വാപ്പന്മാരെടുത്ത് ഒന്നും പറഞ്ഞാലും അമ്മ കേൾക്കത്തില്ല കേട്ടോ. ഞാൻ ആ ഒരു 2 വാചകം പറയിപ്പിക്കാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാവോ. കാരണം ഈ ലോകം മൊത്തം കേൾക്കുന്ന രീതിയിൽ നമ്മൾ അട്ടഹാസം ഇട്ടാലേ അമ്മക്ക് കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വാപ്പുമാട്ടം പറഞ്ഞ് അവസാനം ഞാൻ ഉറച്ചങ്ങ് പറഞ്ഞു, വാപ്പുമ്മ ഇത് 2ഉം കൂടി നമ്മൾ തോരൻ വെക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഒന്നും നടക്കത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാനങ്ങ് വീഡിയോ ഒപ്പിച്ചിങ്ങ് എടുത്ത്. അപ്പോൾ ഇതേ നമ്മൾ ബീട്രൂട്ടും അമരപ്പയറും കൂടെ തോരൻ വെക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുത്തു. എണ്ണ ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഇതിട്ട് കൊടുത്തത്. ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വേവിച്ചിങ്ങ് എടുത്തു. അതിലേക്ക് നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് വാപ്പുമായി തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാപ്പുമ്മയെ കാണിച്ചിട്ടുണ്ട്. അമ്മ ഒത്തിരി നാൾ കൂടിയിട്ടാണ് വന്നത് കേട്ടോ. 40 കഴിഞ്ഞ് പോയിട്ട് പിന്നെ വാപ്പുമ്മ 1-2 പ്രാവശ്യം വന്നെങ്കിലും നമുക്കങ്ങനെ കാര്യമായിട്ട് വാമ്മയെ പിടിച്ചെടുത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അമ്മ ഇപ്പോഴും വന്നെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ടിട്ട് പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നാളെ കാണാം.